Good day to all of you. Welcome to Easy Physics. ഇന്നത്തെ വീഡിയോയിലൂടെ 12ാം ക്ലാസ്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, കൂളംസ് ലോ ആൻഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അഥവാ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ചാർജസ് ആണ് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ ഇതൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് സ്റ്റഡി ഓഫ് ചാർജസ്. അപ്പം എന്താണ് ചാർജ്, എവിടെ നിന്നാണ് ഈ യൂണിവേഴ്സിൽ ചാർജ് ഉണ്ടാവുന്നത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒബ്ജക്ട്സ് ആർ മെയ്ഡ് ഫ്രം ആറ്റംസ് അല്ലേ. ആറ്റംസ് കൊണ്ടാണ് എല്ലാ ഒബ്ജക്ട്സും ഉണ്ടാക്കിയിട്ടുള്ളത്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കുഞ്ഞു ക്ലാസ് മുതലേ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. 3 മേജർ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസും ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അതേസമയം നെഗറ്റീവ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് എറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ 2 ആറ്റംസ് തമ്മിൽ അല്ലെങ്കിൽ 2 മെറ്റീരിയൽസ് തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്ഡ് ആവാൻ, അതിന് സ്ഥാനമാറ്റം സംഭവിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഇലക്ട്രോൺസിനാണ്. ഈ ഇലക്ട്രോൺസ് എല്ലാം പോയി കഴിഞ്ഞാലാണ് ആ ന്യൂക്ലിയസിലോട്ട് എത്താൻ പറ്റുള്ളൂ. ന്യൂക്ലിയസ് കുറച്ചുകൂടെ, പ്രോട്ടോൺസ് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വസ്തുക്കൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ് അയോൺസ് ഉണ്ടാകുന്നത്. അയോൺസ് ആണ് ചാർജ്ഡ് ഒബ്ജക്ട്സ് അല്ലേ. പോസിറ്റീവ് അയോൺസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏത് വസ്തുക്കളാണോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്, ദേ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഏത് ഒബ്ജക്ട്സ് ആണോ അല്ലെങ്കിൽ ഏത് ആറ്റം ആണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്, ദേ വിൽ അറ്റൈൻ എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് പീസ് ഓഫ് പേപ്പേഴ്സ് ഒക്കെ വെച്ച് അതിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കാണിക്കുന്ന എക്സ്പെരിമെൻറ്റ് നിങ്ങൾ തന്നെ ചെയ്ത് ആസ്വദിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്? ഇപ്പം ഞാനൊരു പെയർ ഓഫ് ഒബ്ജക്ട്സ് എടുത്തു, ഒരു ഗ്ലാസ് റോഡും ഒരു സിൽക്ക് ക്ലോത്തും. ഗ്ലാസിൻ്റെ മെറ്റീരിയലിനകത്ത് ചിലപ്പോൾ ഇലക്ട്രോൺസ് വളരെ ലൂസ്ലി ബൗണ്ട് ആയിരിക്കാം. സിൽക്കിനകത്ത് ഇലക്ട്രോൺസ് ഗ്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഏത് വസ്തുവിലാണോ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ളത്, ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത്, അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺസ് ലൂസ് ആവും. അതേസമയം മറ്റേ ഒബ്ജക്റ്റ്, ഇപ്പം ഇവിടെ ഗ്ലാസും സിൽക്കും എടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് വിൽ ലൂസ് ഇലക്ട്രോൺസ് and hence become positively charged, whereas silk will gain electrons and hence become negatively charged. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്ഡ് ഒബ്ജക്ട്സ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നത്. നമ്മൾ സ്കെയില് തലയിൽ റബ്ബ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. സ്കെയിലിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതുകൊണ്ടാണ് അതിന് ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു എബണൈറ്റ് റോഡും ഒരു ഫ്ലനൽ ഷീറ്റും കൂടെ റബ്ബ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എബണൈറ്റിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എബണൈറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് പോവില്ല. അതേസമയം ഫ്ലനലിൽ നിന്ന് ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ ടു എബണൈറ്റ് റോഡ്. ഇങ്ങനെ depending on how strongly electrons are bound in the material, some materials will lose electron whereas some materials will gain electron. ഇതുപോലെ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ കൊണ്ട് മാത്രമാണ് ചാർജസ് ഇവിടെ ഉണ്ടാവുന്നത്. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തുന്ന ആൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന വസ്തു നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ടു സ്യൂട്ടബിൾ ബോഡീസ്. അപ്പോൾ ചാർജ് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിൽ ഉണ്ടായതെന്ന് മനസ്സിലായി. ചാർജ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ ആറ്റംസ്.
ഇതാണ് ബേസിക് റീസൺ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഒരു 5-6 പ്രോപ്പർട്ടീസ് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ കേട്ടും അറിഞ്ഞും ഒക്കെ വളരെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തേത്, there are 2 types of charges, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമത്തേത്, ലൈക്ക് ചാർജസ് വിൽ ഓൾവേസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. തേർഡ് പ്രോപ്പർട്ടി, ചാർജ് ഇസ് സ്കെയിലാർ. നമ്മൾ ഫിസിക്സിൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും അത് സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്കെയിലാർസ് എന്ന് വെച്ചാൽ 11th പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്താണ് സ്കെയിലാർസ്? ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് റിക്വയർ എനി ഡയറക്ഷൻ ആവശ്യമില്ല, ജസ്റ്റ് നമ്പർ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആയെങ്കിൽ നമുക്കതിനെ സ്കെയിലാർ എന്ന് പറയാം. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർസ് എല്ലാം അഡിറ്റീവ് ഇൻ നേച്ചറാണ്. നമുക്കവിടെ വെക്റ്റർ സമ്മിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചാർജ് ഇസ് അഡിറ്റീവ് ഇൻ നേച്ചർ. അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്പിയറിനകത്ത് ഇഫ് ദർ ആർ 3 ചാർജസ് പ്ലേസ്ഡ് ആൻഡ് ലെറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ ചാർജസ് ബി അറ്റ് എനി പോയിന്റ്, ഏത് ഓറിയന്റേഷനിലാണെങ്കിലും അതിനകത്ത് ഒരു 3 ചാർജ്, ഞാനിവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന +2c. ഈ സി എന്നുള്ള സിമ്പിൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോംബ്. അപ്പോൾ കുളോംബിനെ റെപ്രസെന്റ് ചെയ്യാനാണ് സി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ചാർജസ് +2 കുളോം +5 ആൻഡ് -3 കുളോം ഒരു സ്പിയറിനകത്തുണ്ടെങ്കിൽ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് വിതിൻ ദ സ്പിയർ, ആ സ്പിയറിനകത്ത് ടോട്ടൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ചാർജിന്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഒന്നും ഈ ടോട്ടൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് ചുമ്മാ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ചാർജസ് അഡിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. 5ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു തന്നെയാണ്, ചാർജസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ചാർജ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവുന്നത്. ഇനി ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 2 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ 5 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വി മേ ബി ഈവൻ ഏബിൾ ടു റിമൂവ് 95 ഇലക്ട്രോൺസ് ഫ്രം ആൻ ഒബ്ജക്റ്റ്. പക്ഷേ 1.5 ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, 2.25 ഇലക്ട്രോണിനെ എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഓരോരോ ഇലക്ട്രോൺസിനായിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് 1 or 2 or 10 or 15 or 25 അങ്ങനെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് the number of electrons should be a whole number of electrons. അതിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ചാർജ് ഈസ് ഓൾവേസ് expressed as integral multiple of electronic charge. ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് ഏറ്റവും ചെറിയ ചാർജ്. അതിൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 ആണ്. ബാക്കി എല്ലാ ചാർജുകളും ഈ 1.6 × 10⁻⁻19ന്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് അതിനെ ഒരു ഇൻറ്റിജർ നമ്പർ കൊണ്ട്, ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. മാത്തമാറ്റിക്കലി Q ± NE എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ്, N ഷുഡ് ബി എ ഹോൾ നമ്പർ, E എന്ന് പറയുന്നത് 1.6 × 10⁻⁻19. ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രോപ്പർട്ടി, ചാർജസ് കൺസേർവ്ഡ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം, എനർജി, ഇതൊക്കെ നമ്മൾ 11th പഠിച്ചതാണ്. കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. ഞാൻ ആദ്യം ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പറയാൻ വേണ്ടി നമ്മളെടുത്ത എക്സാമ്പിൾ ആയിരുന്നു ഒരു ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും, അല്ലെ? ഇവ തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തു. ഇപ്പോൾ 10 ഇലക്ട്രോൺസിനെയാണ് ഗ്ലാസ് റോഡ് ലൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് വിൽ ബി അബ്സോർബിങ് ദോസ് 10 ഇലക്ട്രോൺസ്, അല്ലേ? അപ്പോൾ ഗ്ലാസ് റോഡിന് ഒരു +10 ഇലക്ട്രോണിക് ചാർജ് ആണ് വന്നത്, കാരണം അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യായിരുന്നു. അതേസമയം സിൽക്ക് ക്ലോത്തിന് -10 ഇലക്ട്രോണിക് ചാർജ് ആണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ചാർജ് വിൽ ബി 0, അല്ലേ? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതും കൂടെ പഠിച്ചു. അടുത്തതായിട്ട്, what is Coulomb's law? One of the most important law in electrostatics. ഇതാണ് ചാർജ്ഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ലോ.
ഈ കുളംസ് ലോ പറയുമ്പോൾ നമുക്ക് എപ്പോഴും 11th നമ്മൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഫോഴ്സ് ലോ പഠിച്ചിരുന്നു അല്ലേ? അതിനോട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോ, ആ ഫോഴ്സ് ലോയിനോട് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോ എന്തായിരുന്നു? എവ്രി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ with a force which is directly proportional to product of the masses and inversely proportional to square of the distance between them. ഓർക്കുന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, പക്ഷെ അത് ഓർത്തു കഴിഞ്ഞാൽ അതിൽ മാസ് എന്ന് ഉപയോഗിച്ച സ്ഥലത്ത് ചാർജ് എന്ന് വാക്ക് മാറ്റിയാൽ നമുക്ക് കൂളംസ് ലോ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഓർത്തില്ലെങ്കിൽ നമ്മൾ അതേ പഠിക്കാൻ പോവാണ്. കൂളംസ് ലോ എന്ന് പറയുന്നത് it will give you the value of electrostatic force of interaction എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ചാർജസിന്റെ നേച്ചർ അനുസരിച്ച് ഈ ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. രണ്ടും ഒരേ നേച്ചറിലുള്ള, രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി അട്രാക്റ്റീവ്. ഇനി ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിലോ ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി റിപ്പൾസീവ്. അതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ 2 point ഇലക്ട്രിക് ചാർജസ്, രണ്ട് ഇലക്ട്രിക് ചാർജസ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജസ് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും എന്നാണ് കൂളോംബ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ വേണ്ടി എക്സ്പെരിമെന്റലി ഹി ഹാസ് പ്രൂവൺ ദാറ്റ് the force value is directly proportional to product of the charges. Product of the charges എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് ചാർജസ് എടുക്കുവാണ്, Q1 and Q2. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. അതായത് Q1 Q2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന് എഴുതാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആറാണ് ഡിസ്റ്റൻസ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതുമ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ ടു 1 എന്നാണ് എഴുതുക അല്ലേ? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്നുള്ളത് കൊണ്ട് 1/r² എന്നെഴുതി. അപ്പോൾ കുളംസ് ലോ അനുസരിച്ച് നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി, എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആൻഡ് എഫ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇതിനെ രണ്ടിനും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നു. എങ്ങനെയാണ് ക്ലബ് ചെയ്യാൻ പറ്റുന്നത്? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് എഴുതാം. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എഴുതുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവരണം അല്ലേ? പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു കെ Q1 Q2/r² എന്ന് എഴുതാം. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ്. അതിന് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു വാക്യൂത്തിനകത്ത്, ഇപ്പം നമ്മൾ ചാർജസ് വാക്യൂം അല്ലെങ്കിൽ എയറിലാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 1/4πε0. ഈ എഴുതിയിരിക്കുന്ന സിമ്പിൾ ഒരു പുതിയ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വായിക്കേണ്ടത് എപ്സിലൺ എന്നാണ്. പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് എന്നുള്ളതാണ് എപ്സിലൺ നോട്ട് അല്ലെങ്കിൽ എപ്സിലൺ 0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഈക്വൽ ടു 1/4πε0 കെ Q1 Q2/r². ഇനി എയറോ വാക്യൂ അല്ലാതെ നമ്മൾ വേറൊരു മീഡിയത്തിനകത്താണ് ഈ ചാർജസ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എപ്സിലൺ നോട്ടിന് പകരം നമ്മൾ എപ്സിലൺ എന്ന് എഴുതുന്നു, വിച്ച് ഈസ് കോൾഡ് Dielectric constant or relative permittivity. അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ കെയുടെ വാല്യൂ, കെ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഈസ് എപ്സിലൺ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. അപ്പോൾ ഫോഴ്സ് ഇൻ വാക്യൂത്തിൽ 1/4πε0 Q1 Q2/r² എന്ന് എഴുതാം. അതേസമയം വേറൊരു മീഡിയത്തിലാണെങ്കിൽ 1/4π ഈ എപ്സിലൺ എന്നുള്ളതിന് പകരം നമുക്ക് എപ്സിലൺ നോട്ട് ഇൻറ്റു എപ്സിലൺ ആർ എന്ന് എഴുതാം. എപ്സിലൺ ആർ എന്ന് പറയുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, Q1 Q2/r². ഈ 1/4πε0 എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്സിലൺ 0ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് 8.854 × 10⁻⁻12. ആ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കണം. പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഫോഴ്സിന്റെ ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 1/4πε0 എന്നുള്ളതിന് നമുക്ക് ഒറ്റ നമ്പർ ഓർത്ത് വെച്ചാൽ മതി. കാരണം 4ഉം പിന്നെ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യണ്ട. 1/4πε0ക്ക് 9 × 10⁻9 എന്നുള്ള സിംഗിൾ ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ വാക്യൂം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 9 × 10⁻9
Q1 Q2 divided by R square എന്നാണ് വരുന്നത്. ഓക്കെ, Coulomb's law in vector form. Force ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഫോഴ്സിനും നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റണം. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ ചാർജസ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് രണ്ട് ചാർജസ് ഉണ്ടാവണം അല്ലേ? ഇഫ് ദർ ആർ ടു ചാർജസ് then they experience a force of attraction or repulsion. രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ആണ് കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്നത് രണ്ട് പോസിറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കാം. അതായത് +Q1 +Q2 വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R എന്ന് വിചാരിക്കാം. ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഫോഴ്സ് ആയിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ഒരു പോയിന്റിൽ ഉള്ള ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റിൽ ഇപ്പം ഞാൻ Q1 പ്ലേസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനെ A എന്നും Q2 പ്ലേസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനെ B എന്നും എഴുതുവാണെങ്കിൽ FAB എന്നുള്ളതിൻ്റെ മീനിങ് ഇസ് ഫോഴ്സ് അറ്റ് A ഡ്യൂ ടു B. അതായത് A എന്ന് പറയുന്ന പോയിന്റിൽ എത്ര ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത് അതാണ് FAB എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് റിപ്പൽസീവ് ആണ്, കാരണം രണ്ട് ചാർജസും ലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ FABയുടെ ഡയറക്ഷൻ വിൽ ബി എലോങ് BA. നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് BA എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ FABയുടെ ഡയറക്ഷൻ വിൽ ബി എലോങ് AB. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു പൊസിഷൻ വെക്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട് R12 എന്ന് പറയുന്നത്. അത് ചാർജ് 1ൽ നിന്ന് ചാർജ് 2ലേക്ക് വരച്ചിരിക്കുന്ന ഒരു പൊസിഷൻ വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാ? ബ്ലൂ ആരോ മാർക്ക് നോക്കുക, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതേസമയം FABയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. പൊസിഷൻ വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? ഇനി FBA ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതും റിപ്പൽസീവ് ഫോഴ്സ് ആണ് അല്ലേ? കാരണം ഇവിടെ രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ B എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോകുന്നത് പോലെയാണ്. അപ്പോൾ FBAയുടെ ഡയറക്ഷൻ വിൽ ബി ദിസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ FBA എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ക്യാൻ ബി തിങ്ക് ഓഫ് എലോങ് AB. കാരണം എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് FBA മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെക്റ്റർ ഫോമിൽ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. അതിന് മുന്നേ വാട്ട് ഇഫ് ബോത്ത് ആർ നെഗറ്റീവ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് ചാർജസും പോസിറ്റീവ് ആണെങ്കിലാണ്. ഇനി രണ്ട് നെഗറ്റീവ് ചാർജ് നോക്കുക, അതും ലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഡയറക്ഷൻ. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടത് 1/4πε0 Q1 Q2 by R² തന്നെയാണ് വാല്യൂ വരുന്നത്. പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് FAB ആണെങ്കിൽ നമുക്ക് എലോങ് BA എന്ന് എഴുതാം. FBA ആണെങ്കിൽ എലോങ് AB എന്നാണ് നമുക്ക് ഡയറക്ഷൻ എഴുതാൻ പറ്റുന്നത്. ക്ലിയർ? ഇനി രണ്ട് ഓപ്പോസിറ്റ് അൺലൈക്ക് ചാർജസ് എടുക്കുക. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെയും പൊസിഷൻ വെക്ടറൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ദിസ് ഇസ് പോയിന്റ് B. FAB കണ്ടുപിടിക്കണം. FABയുടെ നേച്ചർ എന്തായിരിക്കും? രണ്ട് അൺലൈക്ക് ചാർജസ് ആണ്, അപ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എയിലോട്ട് വരുന്നത് പോലെ, അട്രാക്ട് ചെയ്ത് വരുന്നത് പോലെ ആയിരിക്കും FABയുടെ ഡയറക്ഷൻ. അതുപോലെ FBAയുടെ ഡയറക്ഷനോ അട്രാക്റ്റീവ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ FAB എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇസ് ഗോയിങ് ടു ബി എലോങ് AB, A to Bയിലോട്ട് വരച്ചതുപോലെയാണ്. അതേസമയം FBAയുടെ ഡയറക്ഷനോ ഇങ്ങനെയല്ലേ? ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? Bന്ന് Aയിലോട്ട് വരയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എലോങ് AB എന്ന് എഴുതാം. അതേസമയം FBA എഴുതുമ്പോൾ എലോങ് BA എന്ന് നമുക്ക് എഴുതാം. BA അല്ലെങ്കിൽ 1 2 2 1 എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എവിടെയാണെങ്കിലും ഈ F12 എന്ന് പറയുന്നത് എപ്പോഴും F21ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്
വരുന്നത്. അത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആയാലും രണ്ടും നെഗറ്റീവ് ചാർജസ് ആയാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പോയിന്റ് ചാർജസിനെ കുറിച്ചായിരുന്നു. അതായത് ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ചാർജ് Q1 വെച്ചു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ചാർജ് Q2 വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സിന് നമ്മൾ പോയിന്റ് ചാർജസ് എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ കേസസ് വരുമ്പോൾ ഈ പോയിന്റ് ചാർജസ് അല്ല ഉണ്ടാവുക, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുക. അതായത് ഒരു വയർ ചാർജ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഷീറ്റ് എടുത്ത് ചാർജ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ഫിയർ എടുത്ത് ചാർജ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചാർജിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അവിടെ, അല്ലെ? ഒരു വയർ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ വയറിന്റെ പ്രത്യേകത എന്താ? അതിന് ഭയങ്കര ലെങ്ത് ആയിരിക്കും, തിക്നെസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമുക്കതിനെ ലീനിയർ ചാർജ് എന്ന് കണക്കാക്കാം. ഇനി ഒരു ഷീറ്റ്, ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്ത് ചാർജ് ചെയ്തു എന്ന് വിചാരിക്കാം. ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഏരിയ ഉണ്ട്, പക്ഷെ വോള്യം ഇല്ല എന്ന് പറയാം. അതേസമയം സ്ഫിയർ ആണെങ്കിലോ അതിന് നമുക്ക് വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. 3 ടൈപ്പ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്: ലീനിയർ ചാർജ്, സർഫസ് ചാർജ് ആൻഡ് വോള്യം ചാർജ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഒരു മീറ്റർ ലോങ് ഓഫ് വയറിൽ എത്രത്തോളം ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ചാർജിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മൾ അതിന് ഡിഫൈൻ ചെയ്യുന്നത്. ചാർജിന്റെ സിമ്പിൾ നമുക്കറിയാം, Q ആണ്. ലെങ്ത്തിന് L കൊടുത്താൽ ലാംഡ എന്നുള്ളതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റിക്ക് കൊടുക്കുന്ന സിമ്പിൾ. അപ്പൊ ലാംഡ വിൽ ബി ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ L. Q എന്ന് പറഞ്ഞ യൂണിറ്റ് എന്താ? കുളോംബ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. അതുകൊണ്ട് തന്നെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വിൽ ബി കുളോംബ് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലൈനിൽ ചാർജ് അത്ര ഇങ്ങനെ ഏരിയ വൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. ഒരു ലീനിയർ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് വി കൺസിഡർ എ വെരി സ്മോൾ സെഗ്മെന്റ് DL ഓഫ് ദ വയർ, DQ വിൽ ബി ദ ചാർജ്, അല്ലെ? അപ്പൊ ലാംഡ ഈക്വൽ ടു DQ ബൈ DL എന്ന് എഴുതാം. Q ബൈ L അല്ലെങ്കിൽ ചെറിയ സെഗ്മെന്റ് ആണെങ്കിൽ നമുക്ക് DQ ബൈ DL എന്ന് എഴുതാം. ഇതിൽ നിന്ന് DQ വിൽ ബി ഈക്വൽ ടു വാട്ട്? ലാംഡ ഇൻറ്റു DL. അപ്പോൾ ഒരു ചെറിയ പോർഷന്റെ ചാർജ് അറിഞ്ഞാൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ടോട്ടൽ ചാർജ് വിൽ ബി ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ലാംഡ ഇൻറ്റു DL. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇതില് ലെങ്ത്തിന് പകരം ഏരിയ എടുത്തു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ആവുന്നു, ഏരിയയ്ക്ക് പകരം വോള്യം എടുത്തു കഴിഞ്ഞാൽ വോള്യം ചാർജ് ആവുന്നു. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർഫസിൽ ഇതുപോലെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സെഗ്മെന്റ്, ചെറിയൊരു പോർഷന്റെ ചാർജ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നാണ് നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് Q ബൈ S. ഇനി ചെറിയൊരു പോർഷന്റെ ആണെങ്കിൽ നമുക്ക് DQ ബൈ DS എന്ന് എഴുതാം, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് DQ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു DS. അപ്പൊ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് വി കൻ ഇന്റഗ്രേറ്റ് ഇറ്റ് ഫർദർ ടു get Q equal to surface integral sigma ds. Volume charge ആണെങ്കിൽ the charge will be distributed over the entire volume. ചാർജ് പെർ യൂണിറ്റ് വോള്യം. ചാർജിന്റെ യൂണിറ്റ് കുളോംബ് ആണ്, വോള്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. കുളോംബ് പെർ മീറ്റർ ക്യൂബ് ആണ് വോള്യം ചാർജ് ഡെൻസിറ്റി. ഇവിടെ റോ എന്നുള്ള സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോ ഇസ് Q ബൈ V അല്ലെങ്കിൽ DQ ബൈ DV എന്ന് എഴുതാം ഫോർ സ്മോൾ ചാർജ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? DQ വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു DV. അപ്പോൾ ടോട്ടൽ ചാർജ് കിട്ടാൻ വേണ്ടി നമുക്ക് we can integrate it over the volume. Q is equal to rho dV എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ചാർജ് എന്താണ്, എങ്ങനെയാണ് ഒബ്ജക്ട്സിന് ചാർജ് ഉണ്ടാകുന്നത് പഠിച്ചു. ചാർജിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിച്ചിരുന്നു. 2 charged objects, if they are kept nearby, they experience a force which is called Coulombs force or electrostatic force. ആ electrostatic force law പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചിരുന്നു. അതുപോലെ ഡിഫറെന്റ് കണ്ടിന്യൂസ് ചാർജ് ഡെൻസിറ്റീസ് ഓർ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് പഠിച്ചു.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.